വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രത്യേക മാധ്യസ്ഥം വഴി ഞങ്ങളുടെ ഇടവകയ്ക്കും കുടുംബങ്ങൾക്കും നാടിനും അങ്ങ് നൽകിയിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അശരണയുടെയും വേദനിക്കുന്നവരുടെയും സങ്കേതവും സഹായവുമായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥ സഹായത്തിനായി ഈ തിരുനടയിൽ എത്തുന്ന എല്ലാവർക്കും വിശ്വാസത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആത്മീയതയുടെയും അനുഭവമായി ഞങ്ങളുടെ തിരുനാൾ ദിനങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതിനുവേണ്ടിയുള്ള ഞങ്ങളുടെ എല്ലാ തയ്യാറെടുപ്പുകളെയും തിരുനാൾ തിരുക്കർമ്മങ്ങളെയും അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ച് വളരുവാനും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ തിരുനാളിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കൂട്ടായ്മയിലും ഒത്തൊരുമയിലും ഇടവക സമൂഹം ഒന്നാകെ ഒന്നിച്ചു മുന്നേറുവാനുള്ള കൃപാവരം ഈ തിരുനാൾ ദിവസങ്ങളിൽ യേശുവേ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഈ തിരുനാൾ ദിനങ്ങളെ അങ്ങ് ആശീർവദിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ അപേക്ഷകളൊക്കെയും പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ സെബസ്ത്യാനോസേ, രക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് വേണ്ടി സ്നേഹിക്കുവാനും മരിക്കുവാനും ദിവസങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സന്നദ്ധരായ അനേക രക്തസാക്ഷികളെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ മാതൃക ധരിച്ചുകൊണ്ട് ഉത്തമക്രിസ്തീയ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ.
ആമേൻ. സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി ഉന്നതമായ സ്ഥാനമാനങ്ങളും സകലവിധ ലോകസുഖങ്ങളും സ്വന്തം ജീവിതത്തിനെയും സന്തോഷപൂർവ്വം ധരിക്കുവാനും അവരുടേതായ പീഡകൾ സഹിക്കുവാനും അവസാനം രക്തസാക്ഷിയായി മരിക്കുവാനും വിശുദ്ധ സെബസ്ത്യാനോസിനെ സജ്ജമാക്കിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിനെതിരെ ഉണ്ടാകുന്ന സകലവിധ പ്രലോഭനങ്ങളെയും ഭീഷണികളെയും ധീരമായി ചെലുത്തുവാനും വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ മരണം വഹിക്കുവാനും വിശുദ്ധനെ മാതൃകയിൽ അനുസരിച്ച് എല്ലായിടത്തും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഗോതമ്പമണി നിലത്ത് വീണണിയുന്നതിൽ അണിയാത്ത പക്ഷം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശുദ്ധ സെബസ്ത്യാനോസിനെ അനുകരിച്ച് മുഴുവൻ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സകല കഴിവുകളോടും കൂടെ അങ്ങയെ സ്നേഹിക്കുവാനും ഒരു മനോബലമില്ലാതെ യുദ്ധം ചെയ്യുവാനും വിശ്രമം അന്വേഷിക്കാതെ അധ്വാനിക്കുവാനും പ്രതിഫലം മോഹിക്കാതെ വേല ചെയ്യുവാനും അങ്ങനെ ഞങ്ങളെയും ഞങ്ങളുള്ളവയെയും സന്തോഷപൂർവ്വം അങ്ങേയ്ക്കായി വ്യയം ചെയ്യുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശാരീരിക വേദനകളാൽ പരീക്ഷിക്കപ്പെടുകയും നിവാസികൾക്ക് അത്ഭുതകരമായ ശരീരസൗഖ്യവും ആത്മീയമായ സൗഭാഗ്യവും നൽകുവാൻ വിശുദ്ധ സെബസ്ത്യാനോസിനെ ഉപകരണമാക്കിയ കർത്താവേ, ശാരീരികമായ രോഗങ്ങളാലും മാനസികമായ പ്രയാസങ്ങളാലും ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. പാപങ്ങളുടെ പരിഹാരത്തിനും ലക്ഷ്യമായി വിവിധ ക്ലേശങ്ങളെ കാഴ്ചവെക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. വചനം ശ്രവിക്കുവാൻ കാതുകൾ തുറന്നിടാം, വചനം ഗ്രഹിക്കുവാൻ ഹൃദയമൊരുക്കിടാം. വചനവിത്തുകളല്ലോ അവ പതിയാനൊരുക്കാം, വചനവിത്തുകളല്ലോ അവ പതിയാനൊരുക്കാം. വചനം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടി. വിശുദ്ധാലോകാരീച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 4 വാക്യങ്ങൾ 16 മുതൽ 22 വരെ. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് നീ അയച്ചിരിക്കുന്നു.
പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവനിരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്നവരെല്ലാം അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഈശോയിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ആദ്യമായിട്ട് ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഈ തിരുനാൾ ദിനത്തിൽ നമുക്കെല്ലാവർക്കും വിശുദ്ധൻ്റെ മാധ്യസ്ഥ യാചിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളൊക്കെ നമുക്കറിയാം, നമ്മുടെ വായന എന്തെങ്കിലും ഒരു അത്യാവശ്യം വേണം, അപ്പം വീഴുന്നൊരു വാക്കുണ്ടെന്നെ കാഞ്ഞുകൂടിയാണ്. നമ്മൾ വിളിക്കേണ്ട ഒരു ബോധ്യമുണ്ട്. നമ്മൾ വിളിച്ചാലും വിളി കേൾക്കുമെന്ന് നമുക്കറിയാം. വിളി കേൾപ്പിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വേദനയോടെ ഒരൊറ്റപ്പെടലും കഷ്ടപ്പാടും ഒക്കെയായിട്ട് ആ പുണ്യവാന്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നിർവൃതി. പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച് അറിഞ്ഞവരാണ്. ആ അനുഭവങ്ങളെയെല്ലാം ഒരു ബോധ്യമാക്കിയാൽ നമ്മൾ വളരുന്ന ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് പതറാത്തൊരു ജീവിതം എനിക്ക് ലഭിക്കണമെങ്കിൽ, ഒരു സുഗമമായ ജീവിതം എനിക്ക് കൈവരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വിശ്വാസത്തിൻ്റെ നിറവ് എന്നിൽ വേണം. ഇന്ന് നമുക്കറിയാം, മനുഷ്യരൊക്കെ ഒത്തിരി അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ നിറഞ്ഞവരാണ്. തിരക്കുകളുടെ മനുഷ്യരാണ്. അല്പം പോലും സമയം സ്വസ്ഥമായിട്ടില്ല. എല്ലാം അസ്വസ്ഥതകൾ നിറഞ്ഞൊരു ജീവിതം, പലപ്പോഴും മടുത്തു പോകുന്നൊരു ജീവിതം. പക്ഷേ മടുത്തു പോകുന്ന ജീവിതത്തിൻ്റെ ഉള്ളിൽ ഒരു ജീവിതമുണ്ടോ എന്ന് തിരക്കാൻ പോലും നമുക്ക് നേരമില്ല. സത്യം നമ്മളൊക്കെ ചിന്തിച്ചു നോക്കി, ഒരു ജീവിതം എങ്ങനെയാണ് പോകുന്നുണ്ട്, പക്ഷെ ഇതിനകത്തൊരു ജീവിതമുണ്ടോ എന്ന് തിരക്കാൻ നമ്മൾ എപ്പോഴെങ്കിലും മെനക്കെട്ടിട്ടുണ്ടോ? കുറെ പണികൾ, കുറെ അസ്വസ്ഥതകൾ, കുറെ കാര്യങ്ങൾ, ഓരോ ദിവസത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, ഇതിൽ നിന്നും ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനൊന്നും നമുക്ക് നേരമില്ല. ഇവിടെയാണ് ഒരു വിശ്വാസത്തിന് നിറവുണ്ടെങ്കിൽ ജീവിതത്തിനൊരു ശാന്തിയുണ്ട്. നമുക്കൊക്കെ ലഭിക്കേണ്ടത് ഈ ശാന്തതയാണ്. എത്ര തിരക്കുകളുടെ നടുവിലും എത്ര പ്രശ്നങ്ങളുടെ നടുവിലും ഒരു ശാന്തി ജീവിതത്തിന് അനുഭവപ്പെടുക. അതാണ് ഗെത്സമനയിൽ നമ്മൾ കാണുക. അത്ര വലിയ ഒരു ജീവിത പീഡയുടെ മുമ്പിൽ കർത്താവ് അനുഭവിച്ചൊരു ശാന്തിയുണ്ട്. കാൽവരിയിലേക്ക് കടന്നു പോകുമ്പോഴും അവിടെ അനുഭവിച്ചൊരു ശാന്തിയുണ്ട്. നമ്മളൊക്കെ ഇതിനിടയിൽ അല്പം പോലും ശാന്തിയില്ലാത്തവരാണ്, സമാധാനമില്ലാത്തവരാണ്. ഇതിനിടയിൽ ഒരു സമാധാനം കിട്ടാൻ, അതാണ് വിശുദ്ധിനെയൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. ഒത്തിരി അമ്പ് കൊള്ളുമ്പോഴും ഒത്തിരി വേദനയുണ്ടാകുമ്പോഴും ഹൃദയം തകരുമ്പോഴും ഹൃദയത്തിലേക്ക് കുത്തി തകർക്കപ്പെടുമ്പോഴും ഒക്കെ പുണ്യവാന്റെ മുഖത്ത് നിങ്ങൾ നോക്കി, അത് വരച്ചു വെച്ച ചിത്രമൊന്നുമല്ല. അതിന്റെ നടുവിൽ ഒരു ശാന്തിയുണ്ട്, ഒരു സമാധാനമുണ്ട്. ആ അമ്പ് കൊണ്ട് മരത്തിൽ പിടഞ്ഞു മരിക്കുമ്പോഴും അവിടെയുണ്ടാകുന്ന ഒരു വൈരൂപ്യത്തിന്റെ രൂപമുണ്ടെന്ന് നമ്മൾ പറയും. പക്ഷെ അതിനിടയിൽ കിട്ടുന്ന ഒരു സമാധാനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിന് വേണം. ഇതുണ്ടാകണമെങ്കിൽ ഒരൊറ്റ കാര്യം ആവശ്യമാണ്. നമുക്ക് ദൈവത്തിന്റെ മുമ്പിലേക്ക് ഞാൻ വിളിച്ചാൽ എന്റെ ദൈവം വിളി കേൾക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ ബോധ്യം വേണം. ഈ ബോധ്യമുണ്ടായിട്ട് കർത്താവ് പറഞ്ഞതുപോലെ ജീവിതം ബലിയാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് വേണം. ഇതിനൊക്കെ കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതില്ലാത്തത് കൊണ്ടാണ്. ഈ അസ്വസ്ഥതയ്ക്കും അസമാധാനത്തിനും ഒക്കെ കാരണം ഇതുപോലൊരു ബലിയില്ല.
എല്ലാവരും ആഗ്രഹിക്കുന്നതല്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ നിറവേറണം. ആരുടെ ഇഷ്ടം ബലിയർപ്പിക്കപ്പെട്ടാലും എനിക്കൊരു കുഴപ്പമില്ല, എന്റെ ഇഷ്ടങ്ങൾ നടക്കണം. എന്നാൽ സത്യത്തില് ബലിയർപ്പിക്കുന്നവന്റെ മനസ്സെന്തായിരിക്കണമെന്ന് കർത്താവ് കൃത്യമായിട്ട് പഠിപ്പിച്ചു. എന്റെ ഇഷ്ടങ്ങളെ ബലിയാക്കാനും അവരന്റെ ഇഷ്ടങ്ങളെ ജീവിതമാക്കാനും ഇതൊരു വലിയ കാര്യമാണ്. പലപ്പോഴും ഇന്ന് കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. ഒത്തിരി ഇന്ന് ഡിവോഴ്സ് കേസുകളൊക്കെ കൂടി വരികയാണ്. ഞാനൊരു 2-3-4 മാസം മുമ്പ് ഒരു കുട്ടിയോട് നമസ്കാരം കേട്ടപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു പയ്യനോടാണ്. അപ്പം ഞാൻ പറഞ്ഞു വിട്ടു, മോനെ, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ഇപ്പം നിനക്ക് വലിയ സുഖമായിട്ടൊക്കെ തോന്നും, പക്ഷെ കല്യാണം കഴിഞ്ഞവരൊന്നും അത്ര സുഖമായിട്ട് പറയുന്നില്ല. അപ്പം അതുകൊണ്ട് നീ ഒരു കാര്യം ചിന്തിക്കണം, ഇത് ബലിയാണെന്ന് ഒന്ന് മനസ്സിലാക്കണം. അവനപ്പം അത്ര വലിയ കാര്യമായിട്ടൊന്നും ചിന്തിച്ചില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ വിട്ടു. ഞാൻ അവനോട് ചോദിച്ചു, മോനെ എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് കാര്യം പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എന്താ ഞാൻ പറഞ്ഞതെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ ചോദിച്ചു, എന്താണ് നീ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. 10-12 വർഷമായിട്ട് ജോലിയായ പിള്ളേരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ആ പിള്ളേരൊക്കെ വളരെ ഓപ്പണായിട്ട് എന്നോട് പറയാറുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ ബലിയാക്കണമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അത് ശരിയാണ് അച്ഛാന്ന്. ഞാൻ ചോദിച്ചു, എന്താന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു. ഈ പറഞ്ഞ വാക്കുകൾ അത്ര നല്ലതൊന്നുമല്ല, പക്ഷെ അവൻ പറഞ്ഞ വാക്കുകൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഞാൻ നക്ഷത്രം വേണ്ടിയപ്പോഴാണ് അവള് സ്വർഗം കണ്ടതെന്ന് പറഞ്ഞു. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അവൻ നക്ഷത്രം വേണ്ടിയപ്പോഴാണ് അവള് സ്വർഗം കണ്ടെന്ന് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ എൻ്റെ സുഖങ്ങളുടെ എല്ലാ വശങ്ങളും കഴിഞ്ഞു, എന്നിട്ട് പോലും അവളുടെ സുഖത്തിന് വേണ്ടി ഞാൻ എന്നെ വിട്ടുകൊടുത്തപ്പോൾ ഞാൻ ബലിയാകുകയായിരുന്നില്ലേ എന്നൊരു ചോദ്യം അവൻ എന്നോട് ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഇതൊക്കെ തന്നെയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും ഇതിൽ നിന്നുണ്ടാകുന്ന അസംതൃപ്തിയും മുറുമുറുപ്പുകളൊക്കെ പിറ്റേ ദിവസം വഴക്കായിട്ടും പിറ്റേ ദിവസം അല്പം അകൽച്ചയായിട്ടും പിന്നത്തെ ദിവസം മുറുമുറുപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു അസ്വസ്ഥതയുടെ ഭാഗങ്ങളുണ്ട്. ഇവിടെയൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാൻ പാടില്ലേ, ഇന്ന് എൻ്റെ ഭർത്താവിന് ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നു, ഭാര്യയ്ക്കൊരു വിഷമമുണ്ടായി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് ബലിയാക്കി അൾത്താരയിൽ വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ പറയും, നമ്മുടെ ജീവിതമൊക്കെ എത്ര സുന്ദരമാണ്. ഞങ്ങളെപ്പോലുള്ള വൈദികർക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ബലിയർപ്പിക്കാൻ. ഇഷ്ടംപോലെ മുറിവുകൾ നമ്മുടെ ആൾക്കാർ തരും. ഒന്നും പറ്റിയില്ലെങ്കിൽ അതിലേക്ക് പോകുമ്പോൾ നാല് തെറിയെങ്കിലും പറയും. അത്യാവശ്യം ഇഷ്ടംപോലെ വേണ്ടാതനങ്ങളും തെറിയൊക്കെ കേൾക്കുന്ന ഒത്തിരി മുറിവുകൾ ഞങ്ങൾക്ക് ബലിയർപ്പിക്കാൻ കിട്ടും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുറിവുകൾ, ഒരു ബലിയർപ്പിക്കാനുള്ള മുറിവുകൾ ഇതൊക്കെയല്ലേ? അവിടെയാണ് പലരും ചിന്തിക്കുന്നത്. ഭാര്യ ചിന്തിക്കും എന്റെ ഇഷ്ടം നടക്കണം, ഭർത്താവ് ചിന്തിക്കും എന്റെ ഇഷ്ടം നടക്കണം. ഭാര്യയും ഭർത്താവും എന്റെ ഇഷ്ടത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, രണ്ടുപേരുടെ ഇഷ്ടവും പലപ്പോഴും നടക്കാതെ വരും. അവിടെ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ സാവധാനം പ്രശ്നങ്ങളായി മാറും. പലപ്പോഴും അതിൻ്റെ പിന്നിൽ മദ്യമൊക്കെ കഴിച്ചു വരുന്ന മാതാപിതാക്കളാകും. അവസാനം ഈ കാരണവന്മാര് വീട്ടിലേക്ക് കയറി വരുമ്പോൾ മക്കളൊക്കെ പറയും ഇത് കുരിശായല്ലോ എന്ന് പറയും. ആ കാരണവന്മാരെ വേസ്റ്റായിട്ട് അവൻ മാറ്റി നിർത്തും. ജീവിതത്തിൽ മറ്റാരോടും പറയില്ല, ആ വെള്ളമടിച്ചിളക്കുന്ന മനുഷ്യൻ എൻ്റെ കാരണവരാണെന്ന് ഒരൊറ്റ മക്കളും പറയില്ല. അതുകൊണ്ട് വരുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഓടിച്ചു വിടാൻ പലപ്പോഴും കുടുംബത്തിന് വേണ്ടി കുറെ കാലം ജീവിച്ചിട്ടും ഏതോ ഒരു നൈരാശ്യത്തിന്റെ പേരിൽ കുറെ മദ്യപിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചവർ കുടുംബത്തിൽ വരുമ്പോൾ മക്കളൊക്കെ കാണുന്നത് ഇത് ശല്യമാകുന്ന വേസ്റ്റാകുന്ന അവസ്ഥയിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ എങ്ങനെ ശാന്തി ഉണ്ടാകുന്നത്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഭാര്യയുടെ ഇഷ്ടം ബലിയാക്കുകയും ഭർത്താവിന്റെ ഇഷ്ടത്തെ ജീവിതമാക്കുകയും ചെയ്താൽ
ഭർത്താവ് ഭാര്യയുടെ സ്വന്തം ഇഷ്ടത്തെ ബലിയാക്കുകയും ഭാര്യയുടെ ഇഷ്ടത്തെ ജീവിതമാക്കുകയും ചെയ്താൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എത്ര സുന്ദരമാകും. അതുകൊണ്ടാണ് ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ചിന്തിക്കും എല്ലാവരും മോശമാണെന്ന്. പക്ഷെ മോശമായത് കൊണ്ടൊന്നും ഇന്ന് നമ്മൾ കാണുന്നൊക്കെ ഒരുപാട് മോശമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ലോകം മോശമാണെന്ന് പറയാനാകില്ല. ഒത്തിരി പേരുണ്ട് അങ്ങനെ മോശമായവരുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് ലോകം മോശമാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു ഹിറ്റ്ലർ മതിയായിരുന്നല്ലോ ഏറ്റവും മോശപ്പെട്ടവനാകാൻ. ആ ഹിറ്റ്ലറെ പോലും ലോകം മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഇതിന്റെ പിന്നിലും ഇനിയും നന്മയുള്ളവരുണ്ട്. ഈ നന്മയല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ശാന്തി. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഓർക്കുക, ഈ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ നാടൊക്കെ ശാന്തമായി തീരാൻ, സമാധാനമായി തീരാൻ, നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഇതുപോലൊരു ബലിയർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നിങ്ങൾ ഈ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കാണാറുണ്ട് ഒത്തിരി പേര് ആ പള്ളിയുടെ പുറത്തും അവിടെയും ഒറ്റയ്ക്കായിട്ടാണ് നിൽക്കുന്നത്. കാനൂർ പള്ളിയിൽ ഞാൻ ഇഷ്ടം പോലെ വരാം. ഞാനിവിടെ വന്നിട്ട് ഇപ്പം ഈ നൊവേനെ ചെല്ലുമ്പോൾ എനിക്കറിയാം ഞാനിപ്പോൾ അവിടെ 12 വർഷമായി. കഴിഞ്ഞ വർഷത്തെ വെച്ച് മിക്കവാറും എല്ലാ നൊവേനകളും ഞാൻ തന്നെ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ഒത്തിരി പേരെ കാണാറ് കയ്യും കെട്ടിയൊക്കെ നിന്ന് എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു. ഒരു ചടങ്ങുകളുടെ നടുവിൽ നിൽക്കുന്ന മനുഷ്യര്, അവർക്കൊന്നും ജീവിതത്തിൽ സ്വസ്ഥതയില്ല, ശാന്തി ഉണ്ടാവില്ല. ചടങ്ങുകളല്ല ഇവിടെ എന്നുള്ളത്. ഈ മുറിക്കപ്പെടുന്ന അപ്പത്തോട് ചേർത്ത് വയ്ക്കുന്ന എന്റെ ജീവിതത്തിന്റെ മുറിവുകളൊക്കെ തമ്പുരാന്റെ മുമ്പിൽ വച്ചിട്ട് നാം കുടുംബത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ചെറിയ പോരായ്മകളൊക്കെ ബലിയാക്കി മാറ്റി തമ്പുരാന്റെ കുടുംബത്തിൽ ചെല്ലുമ്പോൾ സ്വസ്ഥമായ സ്നേഹത്തിന്റെ നിറവുള്ള അനുഭവങ്ങളായി മാറാൻ കഴിഞ്ഞാൽ ഞാൻ പറയും സ്വസ്ഥമായ ശാന്തമായ ഒരു ജീവിതമുണ്ട്. ഇന്ന് ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പഠിക്കാത്തൊരു കാര്യം ശാന്തിയുള്ള ഒരു ജീവിതം, സമാധാനമുള്ള ഒരു ജീവിതത്തെ കുറിച്ച്. അതുകൊണ്ട് ഒരു ശാന്തിയുള്ള സമാധാനമുള്ള ഒരു നല്ല ജീവിതമാക്കാൻ 10, 80, 100 വർഷവും ജീവിച്ചിട്ട് ഒരു നിമിഷം പോലും നമുക്ക് ശാന്തമായി സമാധാനമായി സന്തോഷമായി കഴിയാൻ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനീ ജീവിതം? കഴിഞ്ഞ കുറേ നാൾ മുമ്പ് കൃഷ്ണൻ നായരുടെ ഒരു ലേഖനം വായിക്കേണ്ടായി. ആ ലേഖനത്തിൽ ഒരാൾ തന്നെക്കുറിച്ച് അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, 100 വയസ്സ് വരെ ജീവിക്കാൻ വേണ്ടി മറ്റ് മാംസമൊന്നും മത്സ്യമൊന്നും കഴിക്കാതെ ഒക്കെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ച് പച്ചക്കറിയൊക്കെ മാത്രം കഴിച്ച് കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് മുഴുവൻ അസ്വസ്ഥനായിരുന്നു. എന്ത് മാറിക്കഴിച്ചാലാണ് ജീവിതത്തിൽ രോഗങ്ങൾ വരുന്നത്? അതുകൊണ്ട് രോഗങ്ങളില്ലാത്ത സാധനങ്ങൾ മാത്രം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിച്ചു വരികയായിരുന്നു. അപ്പോൾ കൃഷ്ണൻ നായർ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. ഒരു രോഗങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഇത്ര അസ്വസ്ഥമായി താൻ ജീവിക്കുമ്പോൾ എൻ്റെ മനുഷ്യ, ഈ അസ്വസ്ഥതയുടെ ഉള്ളിൽ തനിക്കെന്ത് ജീവിതം? അതുകൊണ്ട് ജീവിതം എന്നുള്ളത് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും അതിൻ്റെ ഉള്ളിൽ കണ്ടെത്തുന്ന ശാന്തിയും സന്തോഷവും സമാധാനവുമല്ലേ? അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ, അതിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ ഈ തിരുനാള് വേറിട്ടൊരനുഭവമാകും. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നന്മയാകും. അങ്ങനെയായിത്തീരാൻ എല്ലാ ആശംസകളും ഭാവുകങ്ങളും നിങ്ങൾക്ക് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ശാന്തിയുള്ള സമാധാനമുള്ള ഒരു കാഞ്ഞൂര് നാട് വളരാൻ ദൈവമേ അനുഗ്രഹിക്കണമേ. വിശുദ്ധ സെബസ്ത്യാനോസേ, അതിനുവേണ്ടി ഞങ്ങൾക്ക് ശക്തമായ മാധ്യസ്ഥം വഹിക്കണമേ. പ്രാർത്ഥനയോടെ തിരുക്രമങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം.
ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ വിളിച്ച് വിളി കേൾക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കാം. ഏറ്റവും പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവമേ, ഈ തിരുനാളിനെ സകലവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഒട്ടേറെ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്കും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലേക്കും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലേക്കും ഞങ്ങളുടെ ഈ നാട്ടിലേക്കും ആവശ്യമായ സകല കൃപകളും നൽകണമേ. അതിനുവേണ്ടി വിശുദ്ധന്റെ ശക്തിയേറിയ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. സകലവിധ ദുരന്തങ്ങളിൽ നിന്നും എല്ലാവിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ.
ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളും നിന്റെ ശാന്തിയും സമാധാനവും ക്ഷേമവും ഐശ്വര്യവും കൊണ്ട് നിറയാൻ നീ കൃപയാകണമേ. വളർന്നു വരുന്ന ഞങ്ങളുടെ ഓരോ മക്കളും ഏറ്റവും നല്ലവരായി വളരുവാൻ വിശ്വാസത്തിലും എല്ലാവിധ സാൻമാർഗിക മൂല്യങ്ങളിലും വളരുവാൻ നീ അനുഗ്രഹിക്കണമേ. നന്നായി പഠിക്കുവാനും ഗ്രഹിക്കുവാനും നല്ല വിജയം നേടുവാനും അവരെയെല്ലാം ഭാവി ശോഭനമാക്കുവാനും വേണ്ട സകല കൃപകളും ആത്മാവിൻ്റെ നിറവും നീ അവരിലേക്ക് വർഷിക്കണമേ. ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും ഏറ്റവും നന്നായി നയിക്കുവാൻ കഴിവുള്ള മാതാപിതാക്കളായി, സഹോദരി സഹോദരങ്ങളായി, ബന്ധുമിത്രങ്ങളായി, ഗുരുഭൂതരായി ജീവിക്കുവാൻ വേണ്ട കൃപ നീ ഞങ്ങൾക്ക് നൽകണം. ഓരോ ആവശ്യങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ശക്തിയേറിയ മാധ്യസ്ഥത്തിന് സമർപ്പിച്ചു നമുക്ക് ഈ നിമിഷം അല്പനേരം മൗനമായി പ്രാർത്ഥിക്കാം. മതപീഡനങ്ങൾ സഹിച്ചുകൊണ്ടും ജീവൻ ബലി ചെയ്തുകൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ രക്തസാക്ഷികളെ സജ്ജമാക്കിയ ദൈവത്തിന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സ്ത്രീകന്മാരെ ധൈര്യശാലികളാക്കിയ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നമ്മുടെ മേൽ വർഷിക്കപ്പെടുമാറാകട്ടെ. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും നമ്മൾ സംരക്ഷിതരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടി ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്യുവാനും വിശ്വാസത്തിലും സന്മാർഗത്തിലും ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധമായ മരണം കൈവരിക്കുവാനും അവസാനം വിശുദ്ധരോടും രക്തസാക്ഷികളോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ ത്രിയേക ദൈവത്തെ അനവരതം സ്തുതിക്കുവാനും നമുക്കിടയാകട്ടെ. നമ്മുടെ കർത്താവേ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടിയുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇന്ന് നമുക്ക് വേണ്ടി വിശുദ്ധമായി അർപ്പിച്ചത് സന്ദേശം നൽകിയതുമാക്കി നമുക്ക് പ്രിയങ്കരനായ ചൂരപ്പള്ളിയിലെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ജോസ് അച്ഛനാണ്. വർഷങ്ങളായി അച്ഛൻ നമ്മളുടെ ഇത്തിനാളുമായി എപ്പോഴും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പുണ്യവാന്റെ വലിയൊരു ഭക്തൻ കൂടിയാണ്. ജീവിതത്തിൽ സഹനത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്നും വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ബലിയായി തീരാനായിട്ടുള്ളതാണ് നമ്മുടെ ജീവിതമെന്ന് നമുക്ക് ബോധിപ്പിച്ച ബഹുമാനപ്പെട്ട ജോസ് ആന്റണി ഒരു കുട്ടികളെല്ലാവരുടെയും പേരിൽ ദൈവമായി നന്ദി തീർച്ചയായിട്ടും. നമ്മുടെ ഈ ദിവസത്തെ നടത്തിയത് നമ്മുടെ പട്ടയത്തിൽ തൊഴിലാളികളും അതേ കുടുംബങ്ങളുമാണ്. അവരുടെ സഹോദരങ്ങൾക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. വിശുദ്ധന്റെ അനുഗ്രഹാശംസകൾ അവരുടെ കുടുംബങ്ങൾക്ക് ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാളെ വൈകിട്ട് 5:30 ഇവിടെ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് നൊവേനയും പ്രസംഗവും. പള്ളിയിലെ നൊവേന നാളെ രാവിലെ 5:30 വിശുദ്ധ കുർബാനയോടു കൂടിയാണ് നടത്തപ്പെടുന്നത്. നന്ദി. 7:15 കുർബാനയ്ക്ക് ശേഷം കഴിഞ്ഞ ഞായറാഴ്ച വിളിച്ചു പറഞ്ഞതുപോലെ തിരുനാൾ കമ്മിറ്റിയുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയുമായ